അത്യന്തം വിസ്മയഭരിതരായ ഗോപികമാർ തങ്ങളുടെ മനസ്സിൽ ഉദിച്ച സംശയം ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു: പ്രഭോ, അവിടുന്ന് ബാല്യകാലം മുതൽ ഗോപികമാരോടൊപ്പം രാസലീലയിൽ ഏർപ്പെടാറുണ്ടല്ലോ. അങ്ങനെയിരിക്കെ അവിടുന്ന് എങ്ങനെയാണ് ബാലബ്രഹ്മചാരിയാകുന്നത്? അതുപോലെ ദുർവാസാവ് മഹർഷി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മുഴുവൻ ഭോജനവും സ്വീകരിച്ചല്ലോ. എന്നാൽ അദ്ദേഹം ദുർവാരസം മാത്രം സ്വീകരിച്ച് വ്രതമനുഷ്ഠിക്കുന്ന മഹാതപസ്വിയാണെന്ന് എങ്ങനെ പറയാം? ഞങ്ങളുടെ ഈ സംശയങ്ങൾ ദയവായി അങ്ങ് ദൂരീകരിച്ചു തന്നാലും. അതിനു മറുപടിയായി ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഗോപികമാരെ, എനിക്ക് മമതയുമില്ല, അഹങ്കാരവുമില്ല. ഞാൻ സർവരോടും സമഭാവമുള്ളവനും ത്രിഗുണങ്ങൾക്ക് അതീതനായ പരമാത്മാവുമാണ്. ഭക്തർ എന്നെ ഏതു ഭാവത്തിൽ ഭജിക്കുന്നുവോ അതേ ഭാവത്തിൽ തന്നെയാണ് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നത്. ഭഗവാനു വേണ്ടി സമർപ്പണ ഭാവത്തോടെ കർമ്മം ചെയ്യുന്നവർ കർമ്മബന്ധത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. പ്രതിഫലേച്ഛയില്ലാതെ ശരീരം നിലനിർത്തുന്നതിനു വേണ്ടി മാത്രം കർമ്മം അനുഷ്ഠിക്കുന്നവനും മനസ്സിനെയും ബുദ്ധിയെയും ജയിച്ചവനുമായ വ്യക്തിക്ക് പാപഫലം